എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കെ അനിൽകുമാർ, ഇപ്പോ പർപ്പസ്ഫുള്ളി ഈ രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് BJP-യുടെ ആരോപണം. എന്താണ് അങ്ങയുടെ മറുപടി? ഒന്ന്, ആഗോള അയ്യപ്പ സംഘം വൻ വിജയമായതോടുകൂടി കേരളത്തിലെ പ്രതിപക്ഷത്തിന് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എത്ര വലിയ കടന്നാക്രമണമാണ് ശബരിമലയ്ക്കെതിരായിട്ടും അയ്യപ്പ സംഗമത്തിനെതിരായിട്ടും നമ്മുടെ നാട്ടിൽ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളെ ആദ്യമായിട്ടാണ്. യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമം അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതെപ്പോ അതൊക്കെ ഉണ്ട്. ആ ക്ഷേത്ര സങ്കേതത്തെക്കുറിച്ച് ലോകമാകെയുള്ള ശ്രദ്ധ ക്ഷണിക്കാനും ഇടനിലക്കാരെ ഒഴിവാക്കുക, അവതാരങ്ങളെ ഒഴിവാക്കുക, ഇപ്പോൾ വന്ന പോറ്റി പോലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കാതിരിക്കുക എന്ന ശരിയായ ചുവടുവെപ്പാണ് അയ്യപ്പ സംഗമമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ്റെ കീഴിൽ കേരളത്തിൽ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുമ്പോൾ അത് കൃത്യമായി നിർവഹിക്കപ്പെടുന്നുവെന്ന് ഉറപ്പ് നൽകുന്നതാണ് ഇപ്പോഴുണ്ടായ അയ്യപ്പ സംഗമത്തിൻ്റെ ഫലശ്രുതി. അതുകൊണ്ട് അതിനെ വിവാദത്തിലാക്കാൻ നോക്കുന്നവർ യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയുള്ളൂ. ദേവസ്വം വിജിലൻസ് എന്ന് പറഞ്ഞാൽ BJP-ക്കാർക്ക് ഛർദിയാണ്. ഇവരെല്ലാം ഛർദിക്കുന്ന ദേവസ്വം വിജിലൻസ് ആണ്. ആ രണ്ട് പീഠങ്ങളും കണ്ടെത്തിയിട്ട് ഇത് ദേവസ്വം ബോർഡിൻ്റെ രജിസ്റ്ററിൽ കൈമാറിക്കൊടുത്ത സാധനമല്ല, അത് പോറ്റി രണ്ടെണ്ണം ഉണ്ടാക്കിയെങ്കിലും ദേവസ്വം ബോർഡിന് കൈമാറിയിരുന്നില്ല എന്ന് പെങ്ങളുടെ വീട്ടിൽ നിന്ന് പിടിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇവിടെ എല്ലാം അരാജകാവസ്ഥയാണ്, കണക്കില്ല, ചാക്കിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. 3 കാര്യം ഞാൻ കേട്ടല്ലോ. രജിസ്റ്റർ ഇല്ല, പിന്നെ ചാക്കിൽ കൂട്ടിയിട്ടിരിക്കുന്നു. ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് BJP-യുടെ വക്താവെന്ന് പറഞ്ഞ ഒരാൾ പറയണത്? അതിന് സത്യമല്ലേ? ഏത് കടലാസ ഇല്ലാത്തത്? 99-ൽ വിജയമല്യ അവിടെ സമർപ്പിക്കപ്പെട്ടപ്പോൾ സമർപ്പിക്കപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയെന്നറിയാനുള്ള രജിസ്റ്റർ ശങ്കുട്ടിദാസിന് വേണോ? ആ രജിസ്റ്റർ ദേവസ്വം ബോർഡിൽ ഉണ്ടെന്നേ. സംശയമൊന്നുമില്ലല്ലോ. ഇത് ഫലപ്രദമായി ചെയ്തൊരു ദേവസ്വം ബോർഡാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നല്ലേ ഏറ്റവും അവസാനത്തെ ഓഡിറ്റ് വന്നിരിക്കുന്നത്. നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. ഇത് കൈ ഇരിക്കുമ്പോൾ BJP-യുടെ വക്താവ് ഇന്ന് വന്നിട്ട് പറയുകയാണ്, അയ്യോ അവിടെ കണക്കില്ല, ഇത് നിങ്ങൾ ആരും കൊടുക്കരുത്, ഞങ്ങൾ വിശ്വഹിന്ദു പരിഷത്ത് പിരിവ് നടത്താൻ കുറേ അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ കൊടുക്കാവൂ. ഇത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അമ്പലങ്ങൾക്ക് വേണ്ടി പണപ്പിരിവ് നടത്താൻ വേണ്ടി ഇതെല്ലാം കുഴപ്പമാണെന്ന് വരുത്താൻ വേണ്ടി ഇവരുടെ രാഷ്ട്രീയ കളിയാണ്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇപ്പോൾ രജിസ്റ്റർ ഉണ്ട് എന്ന് അങ്ങ് പറയുന്നു. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസിനോട് രജിസ്റ്റർ വേണമോ ശങ്കു എന്ന് ചോദിക്കുന്നു. അങ്ങനെ രജിസ്റ്ററും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് 2019-ലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അത് ചെമ്പായിരുന്നു എന്ന് പറയാൻ കഴിയുന്നത്? വെരി സിമ്പിൾ. അതായത് ഈ രജിസ്റ്ററൊക്കെ ഉണ്ടാകുന്ന മുമ്പ് ഒരു സാധനമുണ്ട്. വിജയമല്യ ഇത് പുതിയ വന്നപ്പോൾ ഹൈക്കോടതി കേസ് വന്നു. കേസ് വന്നപ്പോൾ എന്തുണ്ടായി? എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു പ്ലാൻ അവിടെ വിജയമല്യ സമർപ്പിച്ചിട്ടുണ്ട്. ആ തീരുമാനം എടുത്തതിൽ എത്ര കിലോ സ്വർണ്ണം എന്നതിൽ പറയുന്നുണ്ട്, എത്ര കിലോ ചെമ്പെന്നതിൽ പറയുന്നുണ്ട്. എൻ്റെ അറിവനുസരിച്ച് ഏതാണ്ട് 1900 കിലോ ചെമ്പ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഈ പറയുന്ന ശ്രീകോവിലടക്കം അതിന് മേൽക്കൂരി അടക്കം മുഴുവൻ സ്വർണ്ണമാണോ? അതിൽ ചെമ്പ്, ആ ചെമ്പിന്മേൽ സ്വർണം ക്ലാഡ് ചെയ്തു, സ്വർണം പതിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിന്റെ ഘനത്തിൽ ആ സ്വർണം പതിപ്പിച്ചു. അല്ല, അങ്ങ് പറഞ്ഞ ഈ 1900 കിലോ ചെമ്പാണ്. 1900 കിലോ ചെമ്പിന്റെ കണക്ക് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. 30.3 കിലോ സ്വർണത്തിന്റെ കാര്യം പറയുന്നില്ലേ? അങ്ങ് പറഞ്ഞു കേട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഞാൻ വേണേ ആ മഹസർ മുഴുവൻ, ആ കേസിലെ മുഴുവൻ രേഖ വായിക്കാനല്ലോ എന്നോട് പറഞ്ഞത്. അല്ല, ഞാൻ മഹസറിലെ മുഴുവൻ കാര്യങ്ങൾ വായിക്കാൻ പറഞ്ഞിട്ടില്ല. ചെമ്പിന്റെ കണക്കേ ഇപ്പോഴും കേൾക്കാനുള്ളൂ എന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങേക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അതിൽ സ്വർണം ഉണ്ടായിരുന്നോ? ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞു കേട്ടില്ലേ, താഴിയ കുടത്തിൽ സ്വർണം പൂശി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വർണം ഉണ്ടെന്ന് കേൾക്കാനുള്ള കാതുകൾ മാധുവിനുണ്ടല്ലോ. രണ്ടാമത്, ഒരു പേപ്പറിന്റെ കനത്തിൽ സ്വർണം അതിൽ അടിച്ചു പരത്തി ചെയ്യുകയായിരുന്നു എന്ന കാര്യം പറഞ്ഞപ്പോൾ സ്വർണ്ണം ഇല്ലെന്നാണോ ഉണ്ടെന്നാണോ മനസ്സിലാക്കുന്നത്? ഞാൻ അങ്ങയോട് ചോദിച്ചത് എന്തുകൊണ്ട് അങ്ങ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെമ്പെന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാണ് എന്നാ ഞാൻ ചോദിച്ചത്. അത് മനസ്സിലാക്കണം. എന്ത് വേണം? നമുക്ക് 2 കാര്യം എടുക്കാം. വിജയമല്യ അവിടെ ചെയ്ത കാര്യത്തിന് രേഖയുണ്ടെന്നാണ് എൻ്റെ വാദം. അത് വിജിലൻസിന്റെ കയ്യിലുണ്ട്. ഈ പോറ്റിയെ കൊണ്ട് ആ 2 പീഠം പെങ്ങളുടെ വീട്ടിൽ നിന്ന് എടുപ്പിച്ച വിജിലൻസുകാർ ബാക്കി എടുപ്പിക്കും. അത് വിജിലൻസ് ആ പണി ചെയ്യട്ടെ.
ആ പണി ചെയ്യുന്നതിന് പകരം പോറ്റിയുടെ ആ പീഠത്തിൻ്റെ കള്ളം കണ്ടുപിടിച്ച അയ്യപ്പ സംഗമത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നുണ പൊളിച്ച ആ വിജിലൻസ് വേണ്ട. പിന്നെ ആര് വരണം? പിന്നെ ആരെ വേണം? ഇവിടെ തന്നെ ശങ്കുട്ടിദാസ് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മാധു തർക്കിച്ചില്ല? ഈ 2 ശില്പങ്ങളിൽ 2.5 കിലോ സ്വർണം പൂശിയെന്ന് ആരോ പറഞ്ഞു എന്ന് അദ്ദേഹം പറയണു. ഏത് രേഖ വെച്ചാ പറഞ്ഞത്? ആരോ ഒരാൾ പറഞ്ഞു. ഏത് വിജയമല്ലിയുടെ പണിക്കാരൻ പറഞ്ഞു 2.5 കിലോ സ്വർണം പൂശിയെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 2.5 കിലോ സ്വർണ്ണത്തെ പൂശാൻ പറ്റുമോ? നിങ്ങൾ ചെയ്ത് നമുക്ക് എന്തു ആകാം, ഒരു ചർച്ചയ്ക്കകത്ത് എന്തു ആകാം. നിങ്ങൾ സർക്കാരിനെ കളിപ്പിക്കാൻ, സർക്കാരിനെ ആക്രമിക്കാൻ, ശബരിമലയെ ആക്രമിക്കാൻ, അയ്യപ്പ സംഗമത്തെ ആക്രമിക്കാൻ എല്ലാവരും കൂടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. എന്റെ പൊന്നണി എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കും? ഇപ്പോഴും അങ്ങ് പറയുന്നില്ല എന്തുകൊണ്ടാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് ഇപ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷവും അത് ചെമ്പാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞത്? ഏത് മഹസറിന്റെയും ഏത് രജിസ്റ്ററിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ടായിരുന്നു. അത് അങ്ങ് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ആധികാരികമായതിൽ പറയേണ്ട ഒരാളായിരുന്നു. അല്ല, അങ്ങേക്ക് മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയോ? ഞാൻ നേരത്തെയും ഈ ചോദ്യം തന്നെ ചോദിച്ചത്, പക്ഷെ അങ്ങ് പറഞ്ഞില്ല. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തിനാണ് ചെമ്പെന്ന് പറഞ്ഞത് എന്നത് സംബന്ധിച്ച് അങ്ങേക്ക് അറിയാമോ? വളരെ ചുരുക്കി പറയണേ. 2019 ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഞാൻ മനസ്സിലാക്കുന്നത് വായിച്ചു നോക്കി. അപ്പോൾ എന്താണ് കണ്ടത്? തന്ത്രിമാരടക്കമുള്ളൊരു ശുപാർശ ചെയ്തിട്ടുണ്ട്, അതിൽ ചെമ്പ് തെളിഞ്ഞിട്ടുണ്ട്. ചെമ്പ് തെളിഞ്ഞത് കൊണ്ടാണ് അത് മാറ്റണമെന്ന് പറഞ്ഞത്. എന്നിട്ട് അത് മാറ്റാൻ കാരണം എന്താണ്? അതിനു മുമ്പ് അതിന്റെ വാതിൽ മാറ്റി അത് സ്വർണ്ണപ്പാളി വെച്ചിരുന്നു. വാതിലിനൊത്ത് നോക്കുമ്പോൾ ദ്വാരപകാല ശില്പങ്ങൾ മങ്ങിയിരിക്കുന്നു. അപ്പൊ അത് മാറ്റാൻ തീരുമാനിച്ചു. ഉദ്യോഗസ്ഥന്മാർ ചെമ്പെന്നാണ് എഴുതിയത്. രാധാകൃഷ്ണൻ സാറിന് അക്കാര്യം അറിയാം. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് ദ്വാരപാലക വിഗ്രഹങ്ങളിൽ ആളുകൾ സ്പർശിക്കുന്നത് ഒരു 6 അടി ഉയരമുള്ള വിഗ്രഹങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പാദഭാഗത്താണ് കൂടുതൽ സ്പർശം വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു ചിലപ്പോൾ മങ്ങലുണ്ടാവാം. മേളിലോട്ട് യാതൊന്നും ബാധിക്കാൻ വഴിയില്ല. മാത്രമല്ല, അന്ന് ചെയ്ത 98 ചെയ്ത ശ്രീകോവിലിൻ്റെ മേൽക്കൂരയ്ക്ക് യാതൊരു മങ്ങലും ഇപ്പോൾ ഇല്ല. അപ്പോൾ ആ സ്വർണ്ണമൊക്കെ അന്ന് 5 ലെയർ ഒട്ടിച്ചതൊക്കെ അതുപോലെ തന്നെ അതേ തിളക്കത്തോടെ നിലനിൽക്കുന്നെങ്കിൽ ദ്വാരപാലകത്തിൻ്റെ മാത്രം എങ്ങനെ ചെമ്പായി? അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഒന്ന് മങ്ങി എന്ന് പറഞ്ഞാൽ അത് ചെമ്പാണ് എന്ന് ആധികാരികമായി പറയുന്ന രീതി എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് അറിയില്ല. മഹസറിൽ ഉദ്യോഗസ്ഥർ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം അത് എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട്. അങ്ങനെ ഉദ്യോഗസ്ഥരുടെ തോന്നിവാസത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുക്കാനാണെങ്കിൽ അതിന് മുകളിൽ ദേവസ്വം ബോർഡിന്റെ ആവശ്യമില്ല എന്നതുകൂടിയാണ് സാധാരണ മനസ്സിലാക്കുക. മാധുവിനെ തന്നെ വിറ്റ കാശുമായിട്ടാണ് JS അഖിലിരിക്കുന്നത്. എന്തൊക്കെയാ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ അവിടെ വരുന്ന ഗസ്റ്റ്, അതിൽ കുറേ ആളുകൾ സ്വമേധയാ വന്നവരാ. ചില ആളുകളെ സർക്കാർ തന്നെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നവരാ. അവന് ആവശ്യമുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അടിപൊളി. ഒരു സംഘം ഒരു സർക്കാർ നടത്തി കഴിഞ്ഞ ഉടനെ അതിൻ്റെ അറ്റവും മുറി പിടിച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് ഇത് കേരളത്തെ തകർക്കാൻ, അയ്യപ്പനെ തകർക്കാൻ, ശബരിമലയെ തകർക്കാൻ ഇങ്ങനെ കുറെ ചർച്ചയായിട്ട് ഇറങ്ങിത്തിരിക്കാവോ? എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ദേവസ്വം ഫണ്ട് ഉപയോഗിക്കില്ല എന്ന് കോടതിയിൽ പോയി പറഞ്ഞിരുന്നല്ലോ. ഈ പറയുന്ന 3 കോടി ട്രാൻസ്ഫർ ചെയ്ത ഇടത്തു നിന്നാണ് അവിടെയുള്ള ഈ ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടലുകൾക്ക് ബില്ല് അഡ്വാൻസ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചോ സർ? 5 കോടി രൂപ ഈ പറയുന്ന ഹെഡിൽ, ദേവസ്വം റിലീജിയസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോഴ്സ് എന്ന് പറയുന്ന ഹെഡിൽ 5 കോടി രൂപ മുൻകൂറായി അനുവദിച്ചല്ലോ. അങ്ങനെ അനുവദിക്കാനുള്ള വകുപ്പുണ്ടായിരുന്നോ? അങ്ങനെ ഇനി അഥവാ അനുവദിച്ചുവെങ്കിൽ കോടതി നിർദ്ദേശം വന്നപ്പോൾ ആ ഫണ്ട് ചെലവഴിക്കാനോ ആ ഫണ്ട് മുൻകൂറായി കൊടുക്കാനോ ഉള്ള അനുമതി ഉണ്ടായിരുന്നോ? ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങയോട് പറയുന്നുള്ളത്, ഞാൻ എന്നെ വിറ്റ കാശ് വേറെ ആർക്കും പോക്കറ്റിൽ വെക്കാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും വിറ്റ കാശ് പോക്കറ്റിൽ വെക്കാൻ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ട് എന്ന ധാരണ അങ്ങേക്കുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി മുന്നോട്ട് പോകണം എന്നതുകൂടി പറയുന്നു. ശരി, അടുത്ത ശങ്കുട്ടിദാസ്, ദേവസ്വവുമായി നേരിട്ട് ഭക്തർക്ക് കാര്യങ്ങൾ പറയാൻ കഴിയുന്ന, സ്പോൺസർമാർക്ക് ഇടപെടാൻ കഴിയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള അവതാരങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം അടക്കം നടത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയതും കത്ത് ഇടപാട് നടത്തിയതും ഇതേ ദേവസ്വം ബോർഡാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു ഘടകവിരുദ്ധത എന്ന് വിചാരിക്കേണ്ടി വരുന്നത്.
മാത്രമല്ല ഇതിനകത്ത് ഈ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ BJP-ക്കാർക്ക് ഛർദ്ദിക്കുകയാണ് എന്ന് തോന്നുന്ന ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ പീഡത്തിന്റെ കാര്യം ദേവസ്വം ബോർഡിന് അഭിമാനാർഹമാകുന്നത് എങ്ങനെയാണ്? അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് ദേവസ്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണത്തിന് ഒരു എൻറ്റിറ്റി ആണ് എന്നിരിക്കെ എങ്ങനെയാണ് ഈ പീഡമടക്കം കണ്ടെത്തിയത് ദേവസ്വത്തിന്റെ അഭിമാനാർഹമായ നേട്ടമാണ് എന്ന് പറഞ്ഞു വെക്കാൻ കഴിയുക? ഇവിടെ ശ്രീ അനിൽകുമാർ വളരെ ബോധപൂർവ്വം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞു. ആ 3 കാര്യങ്ങൾക്ക് ഞാൻ വേഗത്തിൽ മറുപടി പറയാം. വേണ്ട കണ്ടാത്തോണ്ട. ഒന്ന്, അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ആരോ കൊണ്ടുവന്നിട്ട് ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റി പീഠം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിവാദം ഉണ്ടായതെന്ന്. അത് തെറ്റാണ്. ഈ കാര്യങ്ങൾ ഇവിടെ ഉടലെടുക്കുന്നത് ഹൈക്കോടതി സ്വമേധയാ എടുത്തിട്ടുള്ള കേസിന്റെ അടിസ്ഥാനത്തിലാണ്. വീണ്ടും അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് 2025 ഓഗസ്റ്റ് 24 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ സമീപിക്കുകയും അത് വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് കോടതിയുടെ അനുമതി ഇല്ലാതെയാണെന്ന് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി സ്വമേധയാ എടുത്തിട്ടുള്ള കേസിലാണ് ഈ നടപടി മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഈ കേസിലെ വാദിയല്ല, ഇതിലെ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 7th റെസ്പോണ്ടന്റ് ആണ്. ഇവിടെ പീഠം നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞത് സർക്കാരിനെതിരെയുള്ള ഒരു ആരോപണമായിട്ടല്ല, ദേവസ്വം ബോർഡിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായമായിട്ടാണ്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. വിജയമല്യ സ്വർണം പതിച്ചിട്ടുള്ള ആ പറയുന്ന ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള 42 കിലോ സ്വർണ്ണ പണ്ടങ്ങൾ എവിടെ എന്ന ചോദ്യം ഇപ്പൊ നമുക്ക് ഉത്തരവില്ല. ഇപ്പൊ ഇവിടെ ഉള്ളത് ഹൈദരാബാദുകാരൻ വിനോദ് ജെയിൻ എന്ന് പറയുന്ന വ്യവസായി പുതിയതായി നിർമ്മിച്ച ചെമ്പുപാളിയുടെ മേലെ 49 ഓൻ സ്വർണം പതിച്ചിട്ടുള്ള പുതിയ ഗോൾഡ് പ്ലേറ്റ്സ് ആണ് എന്നതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞു ഈ ചാക്കിൽ കെട്ടിയിട്ടാണ് സ്വർണം വെച്ചത് എന്ന കണക്ക് എനിക്ക് എവിടെന്നാ കിട്ടി? ഞാൻ ഭാവനയിൽ നിന്ന് എടുത്ത് പറയാണ്, ഇവിടെ വിജിലൻസിലെയും ദേവസ്വം ബോർഡിനെയും ഇതാക്കാന്ന് പറയാണ്. നോക്കൂ, ജില്ലാ ജഡ്ജിയുടെ അന്വേഷണം ഉത്തരവിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി വിധിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതാണ് എല്ലാം കയ്യിൽ നിന്ന് പോവാ കാര്യം. അദ്ദേഹം പറയുന്നുണ്ട് അയ്യപ്പ സംഗമത്തിന്റെ മഹാവിജയം കൊണ്ട് ആളുകളെല്ലാം ഭയപ്പെട്ടിട്ട് എന്തൊക്കെയോ ആരോപണം ഉന്നയിക്കുന്ന. എന്താണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ വിജയം? 4000 പേര് വരുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് 563 ആൾക്കാർ വന്നതാണ്. ഹൈക്കോടതിയിൽ ഇതിന്റെ ചെലവൊന്നും ദേവസ്വം ബോർഡ് വഹിക്കില്ല എന്ന് തെറ്റായ സത്യവാങ്മൂലം കൊടുത്തതിന് ശേഷം ഇതിനു വേണ്ടിയിട്ട് 3 കോടി രൂപ ദേവസ്വത്തിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കുകയും ഈ പറയുന്ന പ്രതിനിധികൾക്കിടയിൽ യാതൊരു വിവേചനവും ഉണ്ടാക്കില്ലെന്ന് ഹൈക്കോടതിക്ക് ഉറപ്പ് കൊടുത്തത് ലംഘിച്ചുകൊണ്ട് ഇവർക്ക് റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്ന് 10 ലക്ഷവും 8 ലക്ഷവും 5 ലക്ഷവും ഒക്കെ കൊടുത്ത് റൂമുകൾ എടുത്തു കൊടുത്തതാണോ? എന്താ ഉറക്കം വരുന്നു? ഹൈക്കോടതിയെ പോലും വഞ്ചിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളതാണോ? ആ സംഗമത്തില് ഈ പറയുന്നത് പോലെ ആളുകളുടെ പങ്കാളിത്തം ഇല്ലാതിരുന്നിരുന്നെങ്കിൽ പോലും സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളെ കിട്ടി എന്നതൊരു വിജയമാക്കി ഘോഷിക്കുന്നതാണോ ഇവരുടെ വിജയം എന്നൊന്നും എനിക്കറിയില്ല. 6 കൊല്ലം മുൻപ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡും കൂടി ഇവിടുന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയത് ഈ 2025 വരാനിരിക്കുന്ന അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടി. അപ്പൊ BJPക്കോ കോൺഗ്രസിനോ ഇയാൾ ഉപയോഗിക്കാന്ന് വിചാരിച്ചിട്ടല്ലോ. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.